പ്രിയ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, ഈ അധ്യയന വർഷം 9th ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ കെട്ടിലും മട്ടിലും ഉള്ളടക്കത്തിലും പുതുമയാർന്നതാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ഈ അധ്യയന വർഷം പഠിക്കാനുള്ളത്. പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ യൂണിറ്റ് അവേഴ്സ് ആൻഡ് ഇയേഴ്സ്. ടൈം എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, ടൈം എന്നുള്ളത് നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത, വേണ്ടവിധം നിർവചിക്കാൻ കഴിയാത്ത, നമുക്ക് തടഞ്ഞു നിർത്താനോ കഴിഞ്ഞു പോയതിനെ വീണ്ടെടുക്കാനോ കഴിയാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ്. അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന ഈ യൂണിറ്റിൽ ഉൾപ്പെടുന്ന ലെസൺസ് എല്ലാം തന്നെ ടൈം എന്ന പ്രതിഭാസത്തെക്കുറിച്ചുള്ള, അതുമായി ബന്ധപ്പെടുന്ന കഥകളും കവിതയുമാണ്. നമുക്ക് ഈ യൂണിറ്റിനെ ഒന്ന് വ്യക്തമായി പരിചയപ്പെടാം. This unit begins with the titular lines from T.S. Eliot's Four Quartets. ഈ യൂണിറ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇതിനൊരു ക്യാപ്ഷൻ പോലെ, ഒരു ടൈറ്റിൽ പോലെ നൽകിയിരിക്കുന്നത് ഏറെ പ്രസിദ്ധനായ കവി T.S. എലിയറ്റിൻ്റെ ഫോർ ക്വാർട്ടറ്റ്സ് എന്ന സമാഹാരത്തിൻ്റെ ആദ്യ വരികളാണ്. Time present and time past are both perhaps present in time future, and time future contained in time past. എന്താണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? These lines suggest that past, present and future are interconnected. Past ടൈമും പ്രസൻറ്റ് ടൈമും ഫ്യൂച്ചർ ടൈമും നമുക്കൊരിക്കലും വേർപെടുത്താൻ കഴിയാത്ത വിധം interconnected, പരസ്പരം ബന്ധമുള്ളവയാണ്. With each time stream containing features of other time streams. ഇതിലെ ഓരോ ഘട്ടവും ഒരു സ്ട്രീം, ടൈം സ്ട്രീമാണ്, കാലത്തിൻ്റെ ഒരു ഒഴുക്കാണ്. ഓരോന്നിൻ്റെയും സവിശേഷതകളും പ്രത്യേകതകളും മറ്റ് കാലഘട്ടങ്ങളുമായി വേർപെടുത്താനാകാത്ത വിധം ബന്ധമുള്ളതാണ്. നമുക്കത് കാണാൻ കഴിയുന്നതാണ്. Time present and time past are both perhaps present in time future. പ്രസൻറ്റ് ടൈമും പാസ്റ്റ് ടൈമും ഫ്യൂച്ചർ ടൈമിൽ നമുക്ക് കാണാൻ കഴിയുന്നവയാണ്. ആൻഡ് ടൈം ഫ്യൂച്ചർ കണ്ടെയ്ൻഡ് ഇൻ ടൈം പാസ്റ്റ്. ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ ടൈം അയാളുടെ പാസ്റ്റ് ടൈമിലെ അയാളുടെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഖലീൽ ജിബ്രാൻ എന്ന പ്രസിദ്ധനായ കവിയുടെ ഏറെ പ്രസിദ്ധമായ വരികളും സന്ദർഭോചിതം ഈ യൂണിറ്റ് നമ്മിലേക്ക് കൊണ്ടുവരുന്നു. യെസ്റ്റർഡേ ഈസ് ബട്ട് ടുഡേയ്സ് മെമ്മറി ആൻഡ് ടുമോറോ ഈസ് ടുഡേയ്സ് ഡ്രീം. ഈ വരികളെ അടിസ്ഥാനമാക്കി ഏതാനും ക്വസ്റ്റ്യൻസ് വിദ്യാർത്ഥികളോട് ചോദിച്ചിട്ടുണ്ട്. ഹൗ ഡസ് ജിബ്രാൻ റിലേറ്റ് യെസ്റ്റർഡേ ടു ദ പ്രസൻറ്റ്? എങ്ങനെയാണ് ഖലീൽ ജിബ്രാൻ യെസ്റ്റർഡേ എന്ന പാസ്റ്റ് ടൈമിനെ ടുഡേ എന്ന പ്രസൻറ്റുമായി ബന്ധിപ്പിക്കുന്നത്? ജിബ്രാൻ സജസ്റ്റ് ദാറ്റ് യെസ്റ്റർഡേ എക്സിസ്റ്റ്സ് വിത്തിൻ ദ പ്രസൻറ്റ് ആസ് എ മെമ്മറി. ഏതൊരു വ്യക്തിയുടെയും യെസ്റ്റർഡേ, അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ടൈം എക്സ്പീരിയൻസസ്, അത് ടുഡേ എന്ന പ്രസൻറ്റ് കാലഘട്ടത്തിലെ മെമ്മറിയാണ്, ഓർമ്മകളാണ്. ഓരോ വ്യക്തിയുടെയും കഴിഞ്ഞ കാല അനുഭവങ്ങൾ അയാളുടെ വർത്തമാനകാല ഓർമ്മകളായിരിക്കും. ദിസ് ഇംപ്ലൈസ് ദാറ്റ് അവർ പാസ്റ്റ് എക്സ്പീരിയൻസസ് ആൻഡ് ആക്ഷൻസ് ആർ ക്യാരിഡ് ഫോർവേഡ് ഇൻ ടു ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഏതൊരു വ്യക്തിയുടെയും പാസ്റ്റ് എക്സ്പീരിയൻസസ്, കഴിഞ്ഞകാല അനുഭവങ്ങൾ, അവ സ്വമേധയാ അയാളുടെ വർത്തമാനകാലത്തിലേക്ക് ക്യാരിഡ് ഫോർവേഡ്, മുന്നോട്ട് കൊണ്ടുവരപ്പെടും. നമുക്ക് വേണ്ടെന്ന് വെച്ചാലും നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ ഓർമ്മകളായി നമ്മോടൊപ്പം സഞ്ചരിച്ച് നാം എത്തി നിൽക്കുന്ന വർത്തമാനകാലത്തിൽ അത് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഇൻഫ്ലുവൻസിങ് എവറി ആസ്പെക്റ്റ് ഓഫ് അവർ ലൈഫ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ അവ ഓർമ്മകളായി സ്വാധീനിക്കും. കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്നാണ് നാം വർത്തമാനകാലത്ത് നമ്മുടെ ഫ്യൂച്ചർ രൂപപ്പെടുത്താൻ പ്രവർത്തിക്കുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ടുമോറോ പ്രസൻറ്റഡ് ഇൻ ദീസ് ലൈൻസ്? ടുമോറോ എന്ന ഓരോ വ്യക്തിയുടെയും ഫ്യൂച്ചർ ടൈം, അതിനെ എങ്ങനെയാണ് ഈ വരികളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്? Tomorrow is presented as a dream of today that we hope will be realized in the coming days.
വരും ദിവസങ്ങളിൽ സാക്ഷാത്കരിക്കപ്പെടുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന ഡ്രീം ഓഫ് ടുഡേ, ഇന്നത്തെ സ്വപ്നം എന്ന രീതിയിലാണ് ഓരോ വ്യക്തിയുടെയും ടുമോറോ അഥവാ ഫ്യൂച്ചർ ടൈമിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് The hopes about tomorrow are envisioned through the actions and aspirations of today, shaped by the experiences of yesterday. ഓരോ വ്യക്തിയുടെയും ഇന്നലകളുടെ അനുഭവങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയ ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ അഭിലാഷങ്ങളിലൂടെയും നാം എൻവിഷൻ ചെയ്യുന്ന, നാം വിഭാവനം ചെയ്യുന്ന ദ ഹോപ്സ് അബൌട്ട് ടുമോറോ, നാളത്തെ സ്വപ്നങ്ങളാണ് ടുമോറോ എന്നുള്ളത്. ഇന്ന് നമുക്ക് നാളെക്കുറിച്ചുള്ള ചില ഹോപ്സ് ഉണ്ട്. ആ ഹോപ്സ്, പ്രതീക്ഷകൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നാം എൻവിഷൻ ചെയ്യുന്നത്, വിഭാവനം ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ അധ്വാനത്തിലൂടെയും അഭിലാഷങ്ങളിലൂടെയുമാണ്. ആ അധ്വാനവും അഭിലാഷവും നാം ഇന്നലകളിൽ നിന്ന് നേടിയ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുമായിരിക്കും. Third question. What do these lines suggest about the passage of time? പാസേജ് ഓഫ് ടൈം, കാലത്തിൻ്റെ കടന്നുപോക്കിനെക്കുറിച്ച് ഈ വരികൾ എന്താണ് പറയുന്നത്? These lines suggest that the flow of time is like the flow of a stream without any interruptions, where past, present and future are interconnected. സമയത്തിൻ്റെ ഒഴുക്ക് എന്നുള്ളത് തടസ്സമേതുമില്ലാതെ ഒഴുകിപ്പോകുന്ന ഒരു അരുവിയുടെ ഒഴുക്ക് പോലെയാണ്. അത്തരമൊരു ഒഴുക്കിൽ പാസ്റ്റ് ടൈം, പ്രസൻറ്റ് ടൈം ആൻഡ് ഫ്യൂച്ചർ ടൈം ഇവയെല്ലാം തന്നെ വേർപെടുത്താൻ ആകാത്ത വിധം ഇൻ്റർകണക്റ്റഡ് ആണ്, പരസ്പരം ബന്ധിതമാണ്. ദിസ് ഇൻ്റർകണക്റ്റഡ്നെസ് ഹൈലൈറ്റ്സ് ദി ഐഡിയ ദാറ്റ് എവറി പ്രസൻറ്റ് മൊമെൻറ്റ് ഇൻ അവർ ലൈവ്സ് ഈസ് ഷേപ്ഡ് ബൈ പാസ്റ്റ് എക്സ്പീരിയൻസസ് ആൻഡ് ഫ്യൂച്ചർ ഹോപ്സ്. ഈ പരസ്പരം ബന്ധിതമായ അവസ്ഥ ഉയർത്തിക്കാണിക്കുന്ന മറ്റൊരാശയം, ഓരോ വ്യക്തിയുടെയും പ്രസൻറ്റ് മൊമെൻറ്റ്, വർത്തമാനകാല നിമിഷം എന്നുള്ളത് അത് രൂപപ്പെടുന്നത് ആ വ്യക്തിയുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും ആ വ്യക്തിയുടെ ഫ്യൂച്ചർ ഹോപ്സിൽ നിന്നുമാണ്, ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളിൽ നിന്നുമാണ് അയാളുടെ വർത്തമാനകാല നിമിഷങ്ങൾ രൂപപ്പെടുന്നത്. Time moves on constantly, shaping and influencing every moment of our lives. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും രൂപപ്പെടുത്തിക്കൊണ്ടും സ്വാധീനിച്ചുകൊണ്ടും കാലം അതിൻ്റെ പ്രയാണം തുടരുന്നു. ഈ ആശയം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഈ യൂണിറ്റിലെ ഓരോ അധ്യായത്തെയും അധ്യാപകരും വിദ്യാർത്ഥികളും സമീപിക്കേണ്ടത്. ഈ വീഡിയോയിൽ ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ യൂണിറ്റിലെ അധ്യായങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോസ് ഉടൻ തന്നെ ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.